ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കാർബ് കുറച്ച് ഹൈ പ്രോട്ടീൻ ബാലൻസ്ഡ് ഡയറ്റ് പ്ലാൻ എങ്ങനെ നമുക്ക് ഫോളോ ചെയ്യാമെന്നാണ്. ഒട്ടും സമയം കളയുന്നില്ല. ഞാൻ ബിനി. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഗ്ലാസ് സിന്നമൺ വാട്ടർ കുടിച്ചിട്ടാണ്. 1.5 ഗ്ലാസ് വെള്ളത്തിൽ ഹാഫ് പോർഷൻ സിന്നമൺ സ്റ്റിക്ക് ഇട്ട്, അതായത് നമ്മുടെ ചെറുവിരലിൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രം സിന്നമൺ സ്റ്റിക്ക് ചേർത്തിട്ട് 1.5 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് ആക്കിയിട്ട് കുടിക്കാവുന്നതാണ്. ഇത് നമ്മുടെ മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യാനും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും വെയിറ്റ് ലോസിനും നല്ലൊരു ഡ്രിങ്ക് കൂടിയാണ്. മോർണിംഗ് ഡ്രിങ്കിന് ശേഷം 1 മണിക്കൂറിന് ശേഷമാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കടക്കേണ്ടത്. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ലോ കാലറി ഹൈ പ്രോട്ടീൻ ഓംലെറ്റ് ആണ്. എഗ്ഗിന് പകരമായിട്ട് നിങ്ങൾക്ക് പനീർ, ചീസ്, വൈറ്റ് ചേനയൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചും കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ക്യാരറ്റ്, ബീൻസ്, ടൊമാറ്റോ, ഒനിയൻ, ക്യാപ്സിക്കം ഒക്കെയാണ്. ഇനി ഇതിലേക്ക് അല്പം എരിവിന് ആവശ്യമായ കുറച്ച് പച്ചമുളക് അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് ഫ്ലേവറിന് ആവശ്യമായ മല്ലിയില അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്തിട്ട് ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ചൂടായി വന്ന പാനിലേക്ക് അല്പം കോക്കനട്ട് ഓയിലോ ബട്ടറോ സ്പ്രെഡ് ചെയ്ത് നമ്മുടെ എഗ്ഗ് മിക്സ് ഇതേപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു വശം വെന്തു വന്നതിന് ശേഷം നമുക്ക് മറുവശം കൂടി തിരിച്ചിട്ട് കൊടുക്കാം. ഇതാ നമ്മുടെ ലോ കാലറി ഹൈ പ്രോട്ടീൻ ഓംലെറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഓംലെറ്റിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇഡ്ഡലി, ദോശ ഒക്കെ പോർഷൻ കൺട്രോൾ ചെയ്തും കഴിക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും പ്രോട്ടീൻ ധാരാളമുള്ളതും കാർബ് കുറച്ചുള്ള ഫുഡും നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മിഡ് മോർണിംഗ് സ്നാക്കിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് സ്മൂത്തി, ഫ്രൂട്ട്സ്, നട്ട്സ് ഒക്കെ സ്മോൾ പോർഷൻ വെച്ച് കാലറി കൺട്രോൾ ചെയ്തും കഴിക്കാവുന്നതാണ്. ഡയറ്റ് സ്പെഷ്യൽ സ്മൂത്തീസ് ഒരുപാട് നമ്മുടെ ചാനലിലുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ്. ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഒരുപാട് വെജീസ് ചേർത്ത ഓട്സ് ചില്ലയാണ്. വളരെ സിമ്പിളാണ്. ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒരു 5 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഒനിയൻ, ടൊമാറ്റോ, ക്യാരറ്റ്, ബ്രൊക്കോളി, ക്യാപ്സിക്കം ഒക്കെയാണ്. ഇനി വെജിറ്റബിൾസിൽ ധാരാളം ഫൈബർ കണ്ടൻറ് ഉള്ളത് കൊണ്ട് തന്നെ ലോങ് ടൈം ഫുള്ളായിട്ടിരിക്കാനും കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാനും സഹായിക്കുന്നതുമാണ്. ഇതിലേക്ക് 1/2 കപ്പ് കടലമാവ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 4 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 അല്ലി വെളുത്തുള്ളി ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തതും, എരിവിനാവശ്യമായ കുറച്ച് പച്ചമുളകും, അല്പം ഫ്ലേവറിന് ആവശ്യമായ കുറച്ച് മല്ലിയില അരിഞ്ഞതും, സ്പൈസസിന് ആവശ്യമായ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത്. ഇനി ചൂടായി വന്ന പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് ബാറ്റർ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഒരു വശം വെന്തു വന്നതിന് ശേഷം മറുവശം കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ചോറ് ഒഴിവാക്കാൻ പറ്റാത്തവർക്കായിട്ട് നിങ്ങൾക്ക് ബ്രൗൺ റൈസ് കഴിക്കാം. വിത്ത് ദാൽ, വെജ്, ചിക്കൻ കറിയുടെ കൂടെയൊക്കെ പോർഷൻ കൺട്രോൾ ചെയ്തും കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ചോറിന് പകരം കഴിക്കാൻ പറ്റിയ ബേസൻ ചീല ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. വളരെ രുചികരമായിട്ടുള്ള ഓട്സ് ചീല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഗ്രീൻ ചട്നി കഴിക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഹാഫ് പോർഷൻ യോഗേർട്ടാണ്. കുറച്ച് റോസ്റ്റഡ് ക്യുമിൻ സീഡ്സ് പൗഡറൂടെ ചേർത്തിട്ടാണ്.
ഇനി ഈവനിങ് സ്നാക്കിലോട്ട് വരുമ്പോൾ ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് റോസ്റ്റഡ് കടല, ഒരു ഡേറ്റ്സ്, കുറച്ച് പോമോഗ്രാനറ്റുമാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഗ്രീൻ ടീ എടുക്കാം. ഗ്രീൻ ടീ നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും വെയിറ്റ് ലോസിനും നല്ലൊരു ഓപ്ഷൻ കൂടിയാണ്. ചായ കാപ്പി വേണ്ടവർക്ക് അതും കഴിക്കാം വിത്തൗട്ട് ഷുഗർ. ഇനി നമുക്ക് ഡിന്നറിലേക്ക് വരാം. ഡിന്നർ എപ്പോഴും ലൈറ്റ് ആക്കാനും പ്രത്യേകിച്ചും 7:30 മുന്നേ കംപ്ലീറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക. ഇന്നത്തെ നമ്മുടെ ഡിന്നർ റാഗി പനീർ സൂപ്പാണ്. അതിനെ ചൂടായി വന്ന പാനിലേക്ക് അല്പം ഗീയോ ബട്ടറോ ചേർത്തിട്ട് 2 അല്ലി വെളുത്തുള്ളിയും എരിവിന് ആവശ്യമായ കുറച്ച് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ക്യാരറ്റ്, കോണ്, കുറച്ച് ബീൻസ് ഒക്കെയാണ്. ഇനി വെജിറ്റബിൾസ് ഒക്കെ ലൈറ്റായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് സൂപ്പിന് ആവശ്യമായ ഒരു മിക്സ് തയ്യാറാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ റാഗി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കട്ടകളൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നുമില്ലാതെ നന്നായി തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 100 ഗ്രാംസ് ഓഫ് ലോ ഫാറ്റ് പനീറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ പനീർ ഇല്ലെങ്കിൽ വേവിച്ച വെള്ളക്കടലയും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് അല്പം ഫ്ലേവറിന് ആവശ്യമായ 1 ടീസ്പൂൺ പെപ്പർ പൗഡറൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേവാൻ ആവശ്യമായ 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ മിക്സ് ചെയ്ത് വെച്ച റാഗി മിക്സ് കൂടെ ഇതേപോലൊന്ന് ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകിച്ചും സൂപ്പ് ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാനും പ്രോട്ടീൻ ഇൻടേക്ക് ബൂസ്റ്റ് ചെയ്യാനും നല്ലൊരു ഓപ്ഷൻ കൂടിയാണ്. ഇനി ഇതിന് പകരമായിട്ട് ഹാഫ് പോർഷൻ സാലഡ് അല്ലെങ്കിൽ ചപ്പാത്തി പ്ലസ് കറിയൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. ലൈക്ക് ചിക്കൻ കറിയൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. എല്ലാം ഹാഫ് പോർഷനിലും കഴിക്കാവുന്നതാണ്. ഡയറ്റ് സ്പെഷ്യൽ സാലഡ് റെസിപ്പീസ് പ്ലസ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഡ്രസ്സിങ് ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി നോക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് അല്പം ഫ്ലേവറിന് ആവശ്യമായ കുറച്ച് ലെമൺ ജ്യൂസും കുറച്ച് മല്ലിയില അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ രുചികരമായിട്ടുള്ള റാഗി പനീർ സൂപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കംപ്ലീറ്റ് ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പോർഷൻ കൺട്രോൾ ചെയ്തും കൂടെ ധാരാളം വെള്ളം കുടിക്കാനും സിമ്പിൾ എക്സസൈസ് ലൈക്ക് വാക്കിംഗ് ഇൻക്ലൂഡ് ചെയ്യാനും പ്രോപ്പറായിട്ട് ഉറങ്ങാനും മൈൻഡ് ഹാപ്പി ആയിട്ടിരിക്കാനും ഓവറോൾ ഹെൽത്ത് നല്ലതാക്കാനും ശ്രദ്ധിക്കാം. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.